ഇങ്ങനെ ശ്രദ്ധ കൊണ്ട്. അപ്പൊ ഭഗവാനിൽ വിശ്വാസമുണ്ടാവാൻ, ഭക്തി ഉണ്ടാവാൻ, ആ ഭഗവാനിൽ പ്രേമമുണ്ടാവാൻ ആദ്യം വേണ്ടത് ശ്രദ്ധ. ഒരു ഗുരുവിനെ സമീപിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തെ ആശ്രയിച്ച് ആ ഗ്രന്ഥം, ആ വാക്യങ്ങൾ സത്യമാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ആ ഉപദേശം അനുസരിച്ചിട്ട് ചരിക്കുക. അതാണ് ശ്രദ്ധ. ഭഗവത് ധർമ്മചര്യയാ, ഭാഗവത ധർമ്മങ്ങളുടെ ചര്യ, അതിൻ്റെ അനുഷ്ഠാനം. അപ്പൊ ഭാഗവത ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് പല പല സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഏകാദശ സ്കന്ധത്തിലും അതുപോലെ സപ്തമസ്കന്ധത്തിൽ യുധിഷ്ഠിരനോട് നാരദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിവിധ ധർമ്മങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ആ ധർമ്മങ്ങൾ ഇപ്പോൾ ഓരോ വ്യക്തിയുടെയും അവസ്ഥ അനുസരിച്ചിട്ട് ധർമ്മം വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഒരേ വ്യക്തിക്ക് തന്നെ പല ഘട്ടങ്ങളിൽ പല പല ധർമ്മങ്ങൾ ഉണ്ടാവും. ഒരു ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്ത്, അതായത് വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ചില ധർമ്മങ്ങളുണ്ട്. അതേ ആള് ഗൃഹസ്ഥനായിരിക്കുമ്പോൾ ചില ധർമ്മങ്ങളുണ്ട്. അതേ ആള് വാനപ്രസ്ഥി ആയിരിക്കുമ്പോൾ ചില ധർമ്മങ്ങളുണ്ട്. ഇനി ഇതല്ലാതെ ഇപ്പൊ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഓരോ അവസ്ഥയിൽ പല പല ധർമ്മങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഒരിടത്ത് പോവാനായിട്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ അവിടെ പാലിക്കേണ്ട ചില നിയമങ്ങൾ, ചില ധർമ്മങ്ങളുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ തന്നെ ഒരു അച്ഛൻ എന്നുള്ള രീതിയിലും മകൻ എന്നുള്ള രീതിയിലും സഹോദരൻ എന്നുള്ള രീതിയിലൊക്കെ വ്യത്യസ്ത വ്യത്യസ്ത ധർമ്മങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ വിശേഷ ധർമ്മങ്ങൾ എന്ന് പറയും. അപ്പോൾ ഭർത്താവാണെങ്കിൽ മാത്രമേ ആ ധർമ്മം ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥി ആണെങ്കിൽ മാത്രമാണ് ആ വിദ്യാർത്ഥി ധർമ്മം. അപ്പോൾ വിശേഷമായിട്ടുള്ള ധർമ്മം. ഇതുകൂടാതെ സാമാന്യ ധർമ്മങ്ങൾ 33 പറയും. അതെല്ലാവരും പാലിക്കേണ്ടതാണ്. അപ്പം അതിന് ഇത് വിദ്യാർത്ഥിയാണോ, അധ്യാപകനാണോ, വൃദ്ധനാണോ, ബാലനാണോ, യുവാവാണോ, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും അനുഷ്ഠിക്കേണ്ട സാമാന്യ ധർമ്മങ്ങളുണ്ട്. അപ്പൊ ഈ ധർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം. അത് ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്താൽ അത് ഭാഗവത ധർമ്മമായി. ഇങ്ങനെ നമുക്ക് വളരെ ചുരുക്കിയിട്ട് പറയാം. വളരെ ചുരുക്കിയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാം ഭാഗവത ധർമ്മത്തെ. വിസ്തരിച്ചിട്ട് പറയാൻ അനേകം ദിവസങ്ങളെടുത്ത് പറയേണ്ട കാര്യമാണ്. എങ്കിലും അതിനെ നമ്മൾ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ അവസ്ഥയിലും അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെ ഭഗവാന് സമർപ്പണമായിട്ട് ചെയ്യുന്ന സമയത്ത് അത് ഭാഗവത ധർമ്മം ആയി. അപ്പോൾ ധർമ്മം ചെയ്യുമ്പോൾ നമ്മളതൊരു അഹങ്കാരത്തോടു കൂടി, ഇപ്പോൾ ഞാൻ ഒരു അധ്യാപികയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പഠിപ്പിക്കും, എൻ്റെ വിദ്യാർത്ഥികൾ ഇങ്ങനെയാണ്, അങ്ങനെയുള്ള അഹങ്കാരത്തോടു കൂടി ചെയ്താൽ അത് ഭാഗവത ധർമ്മം ആവുന്നില്ല. അത് ധർമ്മമാണ് എങ്കിലും അവിടെ ആ ഒരു ശ്രേഷ്ഠത ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കുമ്പോഴും ഇത് ഭഗവാന്റെ നിയോഗം അനുസരിച്ചിട്ട് ചെയ്യുന്നു, ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ട് ചെയ്യുന്നു. ഭഗവാൻ അർജുനനോട് പറഞ്ഞതുപോലെ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രാജാക്കന്മാരെയൊക്കെ കൊല്ലുന്നത് ഞാൻ മുമ്പേ അവരെ കൊന്നു കഴിഞ്ഞു, നീ എന്താണ് ഒരു നിമിത്തമാണ്. അതുപോലെ ഈ ധർമ്മങ്ങളൊക്കെ ഭഗവാന്റെ നിയോഗം അനുസരിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ ഭഗവാൻ എന്നെയാണ് നിമിത്തം ആക്കിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ ഭാഗവത ധർമ്മമായി. അങ്ങനെ ഭഗവത് ധർമ്മചര്യ. അപ്പൊ ആ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനിൽ അർപ്പിച്ച് തൻ്റെ ധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിലൂടെ, അപ്പൊ ആദ്യം ശ്രദ്ധ പറഞ്ഞു. ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാ. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം, നമുക്കൊക്കെ പരിചയമായിട്ടുള്ള വാക്കാണ്. ജ്ഞാതും ഇച്ഛ. അപ്പോൾ അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഒരു ഗ്രന്ഥം പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴോ ഒരു മഹാത്മാവിനോട് സംശയങ്ങൾ ചോദിക്കുമ്പോഴോ അതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കണം? ജിജ്ഞാസയായിരിക്കണം.
നമുക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പലരും പലതരത്തില് പല ഭാവത്തില് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ ചിലര് എനിക്കിതൊക്കെ അറിയാം എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇപ്പൊ മഹാഭാരതത്തിലെ ഇന്ന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ്, ഓ ഞാനിതൊക്കെ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഈ ഭാഗമൊക്കെ അറിയാം എന്ന് മറ്റുള്ളവരെ കാണിക്കലും കൂടിയായി. ഇപ്പൊ ചിലരങ്ങനെ ചോദിക്കും. ചിലർ മറ്റേയാൾക്ക് അറിയോ എന്ന് പരീക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വിഷമം പിടിച്ച ഒരു ചോദ്യമൊക്കെ ആയി വന്നിട്ട് ഇയാൾക്ക് ഇത് അറിയോ എന്ന് നോക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പൊ വേറെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. പക്ഷെ ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ഒരു ചോദ്യം ചോദിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഗുരുവിനെ തേടി പോവേണ്ടതിൻ്റെ കാരണം ജിജ്ഞാസ മാത്രമായിരിക്കണം, അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ലോകത്തിലെ ഈ സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ, ഇതൊക്കെ ഈ ദുഃഖവും വേദനയും സങ്കടവും ഒക്കെ കണ്ട് മടുത്ത് എങ്ങനെയെങ്കിലും ഇതൊന്നൊന്ന് രക്ഷപ്പെടണം, അതിനെന്താ ഇപ്പോൾ ഒരു വഴി എന്ന് ചിന്തിച്ചിട്ട് അതറിയാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം ഗുരുവിൻ്റെ അടുത്തേക്ക് പോവേണ്ടത്. അല്ലാതെ വേറെ ഒന്നിനുമല്ല, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള വഴി അതറിയണം. അങ്ങനെ ജിജ്ഞാസയ, അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടി പോവുക. ഒരു ഗ്രന്ഥമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗുരു ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മഹാത്മാവായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല പല ഉപാസനകൾ അതായിക്കോട്ടെ, ഈ ജിജ്ഞാസയോടുകൂടി സമീപിക്കുക. അതുപോലെ ആധ്യാത്മിക യോഗനിഷ്ഠയ, ആധ്യാത്മിക യോഗനിഷ്ഠ കൊണ്ട്, ആധ്യാത്മിക യോഗനിഷ്ഠയാൽ, നിഷ്ഠ എന്ന് പറഞ്ഞാൽ ആ ഒരു ഉറപ്പ്, ശരിയായ രീതിയിലുള്ള, നമ്മൾ ചിട്ട എന്ന് മലയാളത്തിൽ പറയുമല്ലോ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ചിട്ടയുണ്ട്, ഏത് പ്രവൃത്തിക്കാണെങ്കിലും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ആ നിഷ്ഠയിലൂടെ ആധ്യാത്മിക യോഗങ്ങൾ അനുഷ്ഠിക്കുക. ഇവിടെ 2 തരത്തിൽ പറയാം. അഷ്ടാംഗ യോഗങ്ങൾ എന്നുള്ള അർത്ഥം പറയാം. യമ നിയമ പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, ഇങ്ങനെ 8 യോഗങ്ങൾ പറയും. അതൊക്കെ അതിലൊക്കെ ആദ്യം വരുന്നത് ഈ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയൊക്കെ നിയന്ത്രണമാണ്. അതാണ് യമനിയമങ്ങൾ. അതിനുശേഷമാണ് ആസനം പ്രാണായാമം ഇതൊക്കെ വരുന്നത്. അപ്പോൾ ആ യോഗങ്ങൾ അത് പറയാം. ഇനി അതല്ല, യോഗം എന്നുള്ളതിന് ഭഗവാനുമായിട്ട് കൂടിച്ചേർന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് യോഗമായി. ഇപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മയോഗം, കർമ്മയോഗികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ വലിയ വലിയ ചരിത്രം സൃഷ്ടിച്ച മഹാത്മാക്കളെ കർമ്മയോഗി എന്ന് പറയുന്നത് എപ്പോഴാണ്? അവർ തനിക്ക് വേണ്ടി അല്ലാതെ, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടണം എന്നുള്ള ആഗ്രഹത്താൽ അല്ലാതെ, താൻ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരത്താൽ അല്ലാതെ, ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ ലോകം മുഴുവൻ ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഈശ്വരന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അവർ കർമ്മയോഗിയായിട്ട് തീരുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഭഗവാന് സമർപ്പിക്കുന്ന സമയത്ത് അത് യോഗമാവുന്നു. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. അപ്പം ഇതുപോലെയുള്ള യോഗങ്ങൾ, ആധ്യാത്മിക യോഗം, അങ്ങനെയും അർത്ഥം എടുക്കാം. അഷ്ടാംഗയോഗം എന്ന് പറയാം. ഇത് എല്ലാം എത്തിച്ചേരുന്നത് ഒരു സ്ഥാനത്ത് തന്നെയാണ്. ഇപ്പം നേരത്തെ ക്ഷേമത്തിനുള്ള വഴിയാണ് ചോദിച്ചത്. ആത്യന്തികമായിട്ടുള്ള ക്ഷേമത്തിലേക്ക് തന്നെയാണ് ഈ എല്ലാ വഴികളും എത്തിച്ചേരുന്നത്. അത് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചിട്ട് സ്വീകരിക്കാം. അപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ട്രെയിനിന് വരാം, ബസ്സിന് വരാം, സ്വന്തം വാഹനത്തിൽ കാറിൽ വരാം, ഇനി വേണമെങ്കിൽ നടന്നും വരാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അപ്പോൾ ഓരോരുത്തരുടെ അഭിരുചിയാണ്. അപ്പം അതുപോലെ ഈ ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, അതുപോലെ അഷ്ടാംഗ യോഗങ്ങൾ, ഇതൊക്കെ വഴികളാണ് എത്തിച്ചേരുന്നത് ഒരേ സ്ഥലത്ത്. അങ്ങനെ ആ ആധ്യാത്മിക യോഗ നിഷ്ഠ കൊണ്ട്. പിന്നെന്താ പറഞ്ഞത്? യോഗേശ്വരോപാസനയാ, യോഗേശ്വരന്മാരുടെ ഉപാസന, അല്ലെങ്കിൽ
യോഗേശ്വരന്മാർക്കായി ആയിട്ടുള്ള ഉപാസന, യോഗേശ്വരന്മാരെ ഉപാസിക്കുക, അവരെ പൂജിക്കുക, അവരെ ബഹുമാനിക്കുക. ഇപ്പം നമ്മളൊരു വഴിയിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ആ വഴിയിൽ മുമ്പ് സഞ്ചരിച്ച ആചാര്യന്മാരുണ്ട്, അവരെ അനുസന്ധാനം ചെയ്യുക, അവരെ നമസ്കരിക്കുക, അവരെ സ്മരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ വന്ദേ ഗുരുപരമ്പരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഗുരുപരമ്പര എന്ന് പറയുമ്പോൾ ആദ്യം ആ സദാശിവനിൽ തുടങ്ങിയിട്ട്, ദക്ഷിണാമൂർത്തിയിൽ തുടങ്ങിയിട്ട് ഇതാ നമ്മുടെ സ്വന്തം ഗുരുവരെയുള്ള, ഇപ്പോഴത്തെ ഗുരുക്കന്മാർ വരെയുള്ള എല്ലാ ആചാര്യന്മാരും അതിൽ ഉൾപ്പെട്ടു. അപ്പം എല്ലാവരെയും വന്ദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ മുമ്പ് കടന്നുപോയ, നമ്മളെക്കാൾ മുമ്പ് കടന്നുപോയവർ നമുക്ക് പലതരത്തിലുള്ള ഉപദേശങ്ങളും പലതരത്തിലുള്ള വഴികൾ കാണിച്ചു തന്നവർ, അവരെ ബഹുമാനിക്കുക, അവരെ ഉപാസിക്കുക. ഇതൊക്കെ ഈ ക്ഷേമത്തിനുള്ള കാരണം ആണ്. ഗുരു എന്നുള്ള സങ്കല്പം അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ നമ്മൾ എന്ത് പഠിച്ചാലും അതൊക്കെ നിഷ്പ്രയോജനം ആവുകയുള്ളൂ. നമുക്ക് കർണൻ്റെ ഒക്കെ കഥ അറിയാം. കർണന് ഈ ഗുരുത്വം ഇല്ലാതെ പോയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അപകടമായിട്ട് തീർന്നത്. ഇപ്പോൾ പരശുരാമൻ്റെ അടുത്തുനിന്ന് എല്ലാം പഠിച്ചു, പക്ഷെ അവസാനം ആ പഠിച്ചത് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലാതെ ആയിപ്പോയി. ഇങ്ങനെ ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഈ ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് ഉപദേശിച്ച ആൾ മാത്രമല്ല നമ്മുടെ ഗുരു. അപ്പം അദ്ദേഹത്തിൻ്റെ ഗുരു വേറൊരാളുണ്ടാവും. ഈ ഗുരു എന്നുള്ള തത്വം തന്നെ നമ്മളൊരു വ്യക്തിയെ അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ കാണിച്ചിട്ട് അതാണ് ഗുരു, അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ പരമ്പര. അപ്പോൾ ഈ ഇങ്ങനെ ഇതുപോലെയുള്ള യോഗേശ്വരന്മാരെ, ഇപ്പം നമ്മൾ ഏത് വഴിക്കാണോ സഞ്ചരിക്കുന്നത് ആ വഴിയിലൂടെ മുമ്പ് നടന്നവർ, ആ വഴി നമുക്ക് കാണിച്ചു തന്നവർ യോഗേശ്വരന്മാർ. ആ യോഗേശ്വരന്മാരെ ഉപാസിക്കുക. ആ ഉപാസനയിലൂടെ പിന്നെ നിത്യം പുണ്യയാ പുണ്യശ്രവഃ കഥയാ ച, നിത്യവുമുള്ള, അത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്, നിത്യവുമുള്ള, എല്ലാ ദിവസവും എല്ലായ്പ്പോഴുമുള്ള പുണ്യകരമായിട്ടുള്ള പുണ്യശ്രവസിൻ്റെ കഥ കൊണ്ട്. ഈ പുണ്യശ്രവഃ എന്ന് വെച്ചാൽ ആരുടെ കഥ കേൾക്കുന്നതിലൂടെയാണോ പുണ്യം ഉണ്ടാവുന്നത്, അങ്ങനെ അർത്ഥം പറയാം. അല്ലെങ്കിൽ വളരെ പുണ്യകരമായിട്ടുള്ള കീർത്തിയോടുകൂടിയ ആള്, ആ ഭഗവാന്റെ പുണ്യയാ കഥയാ, പുണ്യകരമായിട്ടുള്ള കഥയിലൂടെ, ആ കഥാശ്രവണത്തിലൂടെ എപ്പോൾ നിത്യം എല്ലാ ദിവസവുമുള്ള എല്ലായ്പ്പോഴുമുള്ള ഭഗവാന്റെ പുണ്യകരമായിട്ടുള്ള ആ കഥകളിലൂടെ, കഥ കേൾക്കുന്നതിലൂടെ നമുക്ക് ആ ഭക്തി ദൃഢാരതിഹി ഉണ്ടാകും. അപ്പം അതുമായിട്ട് ഈ ശ്ലോകവും അതുപോലെ അടുത്ത ശ്ലോകവും ഒക്കെ കഴിഞ്ഞ ശ്ലോകവുമായിട്ട് അന്വയിക്കണം. അന്വയിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ചേർക്കുക. ആ രതി ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ 2-3 ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇതിലൂടെയൊക്കെ ആ ദൃഢാരതിർ ബ്രഹ്മണി, ആ ബ്രഹ്മത്തിൽ ദൃഢയായിട്ടുള്ള ഉറച്ച ആ രതി, ആ ഇഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പറയാം. ശ്രദ്ധയാ, ശ്രദ്ധ കൊണ്ട്, ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള വിശ്വാസം കൊണ്ട്, ഭഗവത് ധർമ്മചര്യയാ, ഭഗവാൻ നമുക്ക് ഉപദേശിച്ചിട്ടുള്ള വഴിയിലൂടെ പോകുന്നത് കൊണ്ട്, നമ്മുടെ ധർമാനുഷ്ഠാനങ്ങൾ ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുന്നതിലൂടെ, ജിജ്ഞാസയാ, അറിയുവാനുള്ള ആഗ്രഹത്താൽ. അപ്പം അറിയാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഗുരുവിനെ സമീപിക്കണം, ശാസ്ത്രത്തെ സമീപിക്കണം, ഗ്രന്ഥങ്ങളെ സമീപിക്കണം. അപ്പം ജിജ്ഞാസയാണ് ഏറ്റവും പ്രധാനം. അറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാവണം സഞ്ചരിക്കുന്നത്.
ആധ്യാത്മിക യോഗനിഷ്ഠയാ, ആ ആധ്യാത്മിക യോഗത്തിലുള്ള നിഷ്ഠ കൊണ്ട്. അത് അഷ്ടാംഗയോഗമാവാം, അതായത് യമ നിയമാസന പ്രാണായാമ, ആ പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗയോഗങ്ങളാവാം. ഇനി ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ആ യോഗങ്ങളാവാം. ആധ്യാത്മിക യോഗനിഷ്ഠ കൊണ്ട് യോഗേശ്വരോപാസനയാ. അപ്പൊ ഈ യോഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഭഗവത് സാക്ഷാത്കാരം നേടിയിട്ടുള്ള, ആ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചിട്ടുള്ള ആചാര്യന്മാരുടെ, ആ യോഗേശ്വരന്മാരുടെ ഉപാസന കൊണ്ട് നിത്യം പുണ്യയാ പുണ്യശ്രവ കഥയാ ച, എല്ലാ ദിവസവുമുള്ള ആ പുണ്യകരിയായിട്ടുള്ള, പുണ്യമായിട്ടുള്ള ഭഗവാന്റെ കഥയാൽ, ഭഗവാന്റെ കഥകളിലൂടെ. ഇങ്ങനെയൊക്കെ ഇവിടെ ഈ ശ്ലോകത്തിലെ വാക്യം പൂർണ്ണമായിട്ടില്ല, അതുകൊണ്ടാണ് അത് കഴിഞ്ഞ ശ്ലോകവുമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞത്. ഇതിലൂടെയൊക്കെ ആ ദൃഢാരതിഹി സ്യാത്, ആ ദൃഢയായിട്ടുള്ള ഭക്തി, സ്നേഹം അതുണ്ടാകും. അപ്പൊ ഒന്ന് ചൊല്ലാം. സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ഇനി അടുത്ത് നോക്കാം. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യ തൃഷ്ണയാ തത്സമ്മതാനാമപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാഹരേർഗുണപീയൂഷപാനാത് അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യ തൃഷ്ണയാ തത്സമ്മതാനാമപരിഗ്രഹേണ ച അപരിഗ്രഹം, അത് പദച്ഛേദം ചെയ്യുമ്പോൾ തത്സമ്മതാനാം അപരിഗ്രഹേണ എന്നാണ്. വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാഹരേർഗുണപീയൂഷപാനാത് സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ. കഴിഞ്ഞ ശ്ലോകമാണ് ചൊല്ലിയത്. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യ തൃഷ്ണയാ തത്സമ്മതാനാമപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാഹരേർഗുണപീയൂഷപാനാത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ഭഗവാനിൽ ദൃഢയായിട്ടുള്ള രതി ഉണ്ടാകുന്നത് എന്നുള്ള അതിനുള്ള വഴികൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് അർത്ഥേന്ദ്രി ആരാമ സഗോഷ്ഠ്യ തൃഷ്ണയ. അത് ഒറ്റ വാക്കാണ്. തത്സമ്മതാനാം അപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാഹരേർ ഗുണപീയൂഷപാനാത്. ഇവിടെ ഒന്നാമത്തെ വരി ഒരൊറ്റ വാക്കിൽ പോവാണ്. അർത്ഥേന്ദ്രി ആരാമസഗോഷ്ഠ്യ തൃഷ്ണയ. തൃഷ്ണ എന്നുള്ള വാക്ക് പരിചയം ഉണ്ടാവും. ദാഹം എന്ന് പൊതുവെ അർത്ഥം പറയും. അതായത് ഒന്നിനോടുള്ള അതിയായിട്ടുള്ള ആഗ്രഹം, അതാണ് തൃഷ്ണ. അപ്പൊ അതിൻ്റെ വിപരീതം അതൃഷ്ണ, അതായത് ഒന്നിനോടുള്ള ആസക്തി ഇല്ലായിക, ആസക്തി ഇല്ലാത്ത അവസ്ഥ, അതാണ് അതൃഷ്ണ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതൃഷ്ണ അർത്ഥേന്ദ്രിയാരാമ സഗോഷ്ഠിയിൽ ഉള്ള അതൃഷ്ണ. സഗോഷ്ഠി എന്ന് വെച്ചാൽ
കൂടിച്ചേർന്നിരിക്കുക എന്നാണ് അർത്ഥം. സഗോഷ്ഠി, എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക. നമ്മൾ സാധാരണ ഈ സെമിനാറിനൊക്കെ സംഗോഷ്ഠി എന്ന് പറയാറുണ്ട്. അതായത് കുറേ പേര് ഒരുമിച്ചിരുന്നിട്ട് ഒരു വിഷയത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സഗോഷ്ഠിയിലുള്ള അതൃഷ്ണ ആരുമായിട്ടുള്ള സഗോഷ്ഠിയാണ്? അർത്ഥേന്ദ്രിയാരാമന്മാരുമായിട്ടുള്ള സഗോഷ്ഠി. അർത്ഥത്തിലും ഇന്ദ്രിയങ്ങളിലും രമിക്കുന്നവരുമായിട്ടുള്ള സഗോഷ്ഠി, അതിലുള്ള അതൃഷ്ണ. അർത്ഥം ധനം, ധനം എന്ന് പൊതുവെ അർത്ഥം പറയും. അതായത് ആർഭാടം, സമ്പത്ത്, വിവിധ തരത്തിലുള്ള സുഖഭോഗങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥം. ഇപ്പൊ ധനം എന്ന് പറഞ്ഞാൽ വെറും പണം എന്നുള്ള അർത്ഥമല്ല, സുഖഭോഗങ്ങൾ, അതിനാണല്ലോ പണം. അപ്പൊ സുഖഭോഗങ്ങൾ എന്നുള്ള അർത്ഥം. അങ്ങനെ ആ സമ്പത്തിലും പിന്നെ ഇന്ദ്രിയാരാമം, ഇന്ദ്രിയങ്ങളിൽ, ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിനും ചെവിക്കും മൂക്കിനും നാക്കിനും ത്വക്കിനും ഒക്കെ സുഖം തരുന്ന പദാർത്ഥങ്ങളിലുള്ള അത്യന്താസക്തിയുള്ളവര്. ഇപ്പൊ കണ്ണിനെ സന്തോഷിപ്പിക്കുന്നത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. നല്ല കാഴ്ചകൾ, നല്ല കാഴ്ച എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും വ്യത്യാസം ആയിരിക്കും. അതായത് ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട കാഴ്ചകൾ മാത്രം കാണുന്നതിലുള്ള അത്യന്തമായിട്ടുള്ള ആസക്തി, അതുപോലെ ചിലത് മാത്രം ഇഷ്ടപ്പെട്ടത് മാത്രം കേൾക്കുന്നതിനുള്ള അത്യന്തമായിട്ടുള്ള ആസക്തി. ഇങ്ങനെ തൻ്റെ കണ്ണിനെയും മൂക്കിനെയും ഒക്കെ ചെവിയെയും ഒക്കെ സന്തോഷിപ്പിക്കുന്നതിൽ മാത്രം മുഴുകിയിരിക്കുന്നവർ, അവരാണ് ഇന്ദ്രിയാരാമന്മാര്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും തൃപ്തി വരും എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ഒരു സാധനം കാണണം എന്ന് വിചാരിച്ചു, കുഴപ്പമില്ല കണ്ടോട്ടെ, അത് കണ്ടു, ആ സമാധാനമായി, ഇനി അടങ്ങിയിരിക്കും എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും. പക്ഷെ അങ്ങനെ അടങ്ങുന്നില്ല, അതാണ് വിഷമം. അപ്പൊ അത് കണ്ടാൽ അത് ഒന്നുകിൽ അത് പിന്നെയും കാണണം, അല്ലെങ്കിൽ ഇനി അതിനേക്കാൾ വലുത് വേറെ കാണണം, അല്ലെങ്കിൽ ഇനി വേറൊന്ന് കാണണം. ഇങ്ങനെ ഈ കണ്ടിട്ടും കേട്ടിട്ടും രുചിച്ചിട്ടും ഒന്നും തൃപ്തി വരുന്നില്ല. തൃപ്തി വരും എന്നുണ്ടെങ്കിൽ അതോടുകൂടി സമാധാനമായി, അതവിടെ തീരുമായിരുന്നു. അപ്പൊ ഈ ഇന്ദ്രിയാരാമന്മാരുടെ പ്രശ്നം ഇതാണ്. അതായത് അവര് ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അതൊരിക്കലും സാധിക്കുന്നില്ല, തൃപ്തി വരുന്നില്ല. നമ്മളിപ്പോ ഈ തീ കെടുത്താൻ വേണ്ടിയിട്ട് തീയിൽ നെയ്യൊഴിക്കുന്നത് പോലെ എന്ന് പറയും. അത് തീ കെടണം എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയിട്ട് നെയ്യ് ഇങ്ങനെ ഒഴിക്കുകയാണ്, തീ വീണ്ടും 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 ഇങ്ങനെ ആളി കത്തുന്നു. അതുപോലെയാണ് അത് കണ്ടാൽ സമാധാനാവും, അത് കണ്ടാൽ എനിക്ക് തൃപ്തിയായി എന്ന് വിചാരിച്ചിട്ട് അത് കാണാൻ പോവും. പക്ഷെ ആ തൃപ്തി ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ വേറെന്തെങ്കിലും വേണ്ടി വരും. അതുപോലെ അത് കേട്ടാൽ സുഖമായി സന്തോഷമായി എന്നൊക്കെ വിചാരിച്ചിട്ട് കേൾക്കാൻ പോവും, തൃപ്തിയാവില്ല. അത് രുചിച്ചാൽ തൃപ്തിയായി എന്ന് വിചാരിക്കും, ആ തൃപ്തി വരില്ല. ഇങ്ങനെ ഇന്ദ്രിയാരാമന്മാര്, അതുപോലെ അർത്ഥാരാമന്മാര്, അതായത് ധനത്തിന് പുറകെ ഓടുന്നവര്, സമ്പത്തിന് പിറകെ ഓടുന്നവര്. എനിക്ക് അത്ര കിട്ടിയാൽ മതിയാവും, അത്ര കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ ആ കിട്ടുന്നതോടുകൂടി മതിയാവില്ല, വീണ്ടും ഓടും. ഇങ്ങനെ സമ്പത്തിന് പിറകെ ഓടുന്നവര്, ഇങ്ങനെയുള്ളവരുമായിട്ട് സഗോഷ്ഠ്യ തൃഷ്ണയ, അവരുമായിട്ട് സഗോഷ്ഠി, അവരുമായിട്ട് ഒരുമിച്ച് ഇരിക്കുന്നതിലുള്ള അതൃഷ്ണ, അതിലുള്ള ആഗ്രഹം ഇല്ലായിക. അതായത് അവരുമായിട്ട് ഒരുമിച്ചിരിക്കാൻ ആഗ്രഹം ഉണ്ടാവരുത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, അതായത് ആരോടെങ്കിലുമായിട്ട് കൂട്ടുകൂടുന്ന സമയത്ത്, ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇവരുമായിട്ട്, അതായത് ഈ സമ്പത്തിന് പിറകെയും അതുപോലെ സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും ഓടി നടക്കുന്നവരോട് കൂട്ടുകൂടാതിരിക്കുക. അപ്പൊ ഈ അർത്ഥത്തിന് പിറകെ ഓടുന്നവര് താമസന്മാരും ഇന്ദ്രിയങ്ങളുടെ പിറകെ ഓടുന്നവര് രാജസന്മാരുമാണെന്ന് പറയും. ഈ സാത്വികം, രാജസം, താമസം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സാത്വികന്മാരുമായിട്ടാണ് കൂടിയിരിക്കേണ്ടത്, എങ്കിലേ നമുക്ക് ശ്രേയസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അർത്ഥത്തിന് പിറകെയും ഇന്ദ്രിയങ്ങളുടെ പിറകെയും ഓടുന്നവരുമായിട്ട് കൂടിയിരിക്കാൻ താല്പര്യമില്ലാതിരിക്കുക. പിന്നെയോ
തത് സമ്മതാനാം അപരിഗ്രഹേണച്ച. അപ്പം അതുകൂടി ശ്രദ്ധിക്കണം. അവർക്ക് സമ്മതമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കുക. പരിഗ്രഹം എന്ന് വെച്ചാൽ സ്വീകരിക്കലാണ്, അപരിഗ്രഹം സ്വീകരിക്കാതിരിക്കൽ. അതായത് ഇങ്ങനെയുള്ളവർക്ക് സമ്മതമായിട്ടുള്ള, ഇങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കുക. അപ്പൊ ഈ സമ്പത്തിന് പിറകെ മാത്രം ഓടുന്നവർക്ക് എന്തൊക്കെയാണോ താല്പര്യം, അതിൽ താല്പര്യം ഇല്ലാണ്ടിരിക്കുക. ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് ജീവിക്കുന്നവർക്ക് എന്തൊക്കെയാണോ താല്പര്യം, അതിൽ താല്പര്യം ഇല്ലാതെ ഇരിക്കുക. അതൊക്കെ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല. അത് സാധിക്കാനായിട്ടാണ് എന്ത് ഈ ഉപാസനകളും വ്രതങ്ങളും സത്സംഗങ്ങളും എല്ലാം. അങ്ങനെ പതുക്കെ പതുക്കെ അതിലേക്ക് എത്തുക. അപ്പൊ ഇവരുമായിട്ട് കൂടിയിരിക്കാതിരിക്കുക. എന്തൊക്കെയാണോ അവർക്ക് താല്പര്യം അതിനെ സ്വീകരിക്കാതിരിക്കുക. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു 2-3 പേര് കൂടിയിരുന്നാൽ സംസാരിക്കുന്ന എന്തായിരിക്കും സാധാരണ രീതിയിൽ? ഇപ്പൊ തമാശയായിട്ട് പറയല്ലോ, 4 ആൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ 4 പേരും അവിടുന്ന് പോവില്ല. എന്താ വെച്ചാൽ ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 പേര് പോയ ആളെ പറ്റിയിട്ട് കുറ്റം പറയായിരിക്കും. അപ്പൊ അങ്ങനെ പറയാനുള്ളൂ. അതുപോലെ നമുക്ക് എപ്പോഴും ഒരു 3-4 ആൾക്കാർ കൂടുമ്പോൾ ഒന്നുകിൽ മറ്റുള്ളവരുടെ ദോഷം പറയുക, അല്ലെങ്കിൽ അവനവൻ്റെ പൊങ്ങച്ചം പറയുക. ഇപ്പൊ ഞാൻ അത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാനത് വാങ്ങി. ഇപ്പോൾ പലപ്പോഴും ഈ വലിയ കാറ് വാങ്ങി എന്നുള്ളതൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും മോശമാണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, അതൊക്കെ വേണ്ടതാണ്, നമുക്ക് സമ്പത്തൊക്കെ വേണം. പക്ഷെ അതല്ല പ്രധാനം എന്നുള്ള വിചാരം ഉണ്ടാവണം. അതൊക്കെ നമുക്ക് ഭഗവാന്റെ പ്രസാദം പോലെ സ്വീകരിക്കാം. അപ്പൊ ഭഗവാൻ നമുക്ക് അങ്ങനെ ഒരു യോഗം തന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതാണ് എൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം, ഇതിലാണ് എല്ലാം, അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ ഇതുപോലെ ഇപ്പൊ ഇവർക്ക് എന്തൊക്കെയാണോ താല്പര്യം അതിൽ നമുക്ക് താല്പര്യം ഇല്ലായിക. പിന്നെന്താണ്? വിവിക്ത രുച്യ. വിവിക്ത രുച്യ അല്ല, മാറിയില്ലേ, പേജ് മാറി. വിവിക്ത രുച്യ പരിതോഷ ആത്മൻ വിനാഹരേർ ഗുണപീയൂഷപാനാത്. ഇപ്പം ഇവിടെ നമുക്ക് നേരത്തെ എന്താണ് ഭഗവത് ധർമ്മചര്യ അതൊക്കെ പറഞ്ഞല്ലോ, സത്സംഗം, യോഗേശ്വരോപാസന അതൊക്കെ പറഞ്ഞു. അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഹരേഹേ ഗുണപീയൂഷപാനാത് വിനാ, അത് നമുക്ക് സാധിച്ചില്ലെങ്കിൽ, അതായത് ഹരിയുടെ ഗുണപീയൂഷം പാനം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഹരിയുടെ ഗുണങ്ങളാകുന്ന അമൃതപാനം അത് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ വിവിക്ത രുച്യ. വിവിക്ത രുച്യ എന്ന് പറയുന്നത് ഏകാന്തവാസം ആണ്. അതായത് ഏകാന്തവാസം എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊരിടത്ത് താമസിക്കുക എന്നുള്ളതല്ല, അങ്ങനെ ആ അർത്ഥവും പറയാം, അതാണ് ഏകാന്തവാസം. പക്ഷെ അത് നമുക്ക് ശാരീരികമായിട്ട് അങ്ങനെ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. നമ്മൾ പറയും, നമ്മളെപ്പോഴും ഇങ്ങനെ പുറമേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് സമയം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. വിവിക്ത രുച്യ ഏകാന്ത വാസം കൊണ്ട് ആത്മനഹ പരിതോഷം, ആ ഏകാന്തവാസം കൊണ്ട് നമുക്ക് ഈ ആത്മാവിനോട് ഒരു താല്പര്യം ഉണ്ടാകും, ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകും. എങ്ങനെ? വിനാ ഹരേർ ഗുണപീയൂഷപാനാത്, ഹരിയുടെ ഗുണങ്ങളുടെ ആ ഗുണപീയൂഷത്തെ, ഹരിയുടെ കഥകളാകുന്ന അമൃതത്തെ പാനം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഏകാന്തവാസം മുതലായവയെ കൊണ്ട് ഇത് സാധിക്കും, സ്വയം ഒരു സംതൃപ്തി ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഉത്തമനായിട്ടുള്ള ഗുരുവിനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആ ശാസ്ത്ര പഠനം നടത്താനോ ഒന്നും സാധിച്ചു എന്ന് വരില്ല. സാധിക്കാത്തതല്ല, നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കും. പക്ഷെ ചിലർക്ക് അതിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു രുചി വരില്ല. അപ്പൊ ചിലർക്ക് പ്രകൃതിയോട് താല്പര്യം ഉണ്ടാവും, ചിലർക്ക് അങ്ങനെ ഉണ്ടാവണം എന്നില്ല, അതിനുള്ള അവസരം കിട്ടണം എന്നില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ഇതെങ്കിലും നമ്മൾ ഒഴിവാക്കുക. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, വെറുതെ ഈ സുഖഭോഗങ്ങൾ സമ്പാദിക്കുന്നതിലും അർത്ഥം സമ്പാദിക്കുന്നതിലും അതുപോലെ സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിലും മാത്രം
സന്തോഷം കണ്ടെത്തി അതിലിങ്ങനെ മുഴുകിയിരിക്കുന്നവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കുക. അവർക്കെന്താണോ താല്പര്യം അതിലുള്ള താല്പര്യം ഇല്ലാതെയാക്കുക. എന്നിട്ട് പിന്നെന്താണ് ഏകാന്തവാസം. ഏകാന്തവാസം എന്ന് വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ മാനസികമായിട്ട് അകന്നിട്ട് കുറച്ച് അവനവനെ പറ്റിയിട്ട് എന്ന് വെച്ചാൽ അവനവനിൽ എന്താ ഉള്ളത്? ആ ഈശ്വരത്വം, അവനവനിലുള്ള ആ ചൈതന്യം, ആ ആത്മാവിനെ പറ്റിയിട്ട് ചിന്തിച്ച് അങ്ങനെ നമുക്ക് ഈ ദൃഢമായിട്ടുള്ള രുചി, ഈ ഒരു രതി ഉണ്ടാകും. ഭഗവാന്റെ ഗുണപീയൂഷപാനത്തിൽ, ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഏകാന്തവാസം മുതലായവയെ കൊണ്ട് ഇത് സാധിക്കും. അതായത് നമുക്ക് ഈ അപകടം ഉണ്ടാക്കുന്നതാണ് എന്ത്? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. എപ്പോഴും ഈ ധനം സമ്പാദിക്കുന്നതിലും സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിലും മാത്രം മുഴുകിയിരിക്കുന്നവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മളെയും അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകും. നമുക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും താല്പര്യം. അപ്പം അവരിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിന്നിട്ട് എന്താണ് സ്വയം ഒരു ഏകാന്തവാസം ചെയ്യാം. അതാണ് നമ്മുടെ യോഗീശ്വരന്മാരൊക്കെ തുടക്കത്തിൽ തപസ് ചെയ്യാൻ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്നൊക്കെയുള്ള ഒരു വിട്ടുനിൽക്കൽ. അങ്ങനെ നമുക്ക് സാധിക്കും. അപ്പൊ പറഞ്ഞതുപോലെ ഈ ഏകാന്തവാസം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് താമസിക്കണമെന്നോ അങ്ങനെയൊന്നും അതൊന്നും നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നമ്മൾ മാനസികമായിട്ട് എന്ത് ചെയ്യുക, മറ്റതിലൊന്നും താല്പര്യമില്ലാതെ മറ്റേന്നൊക്കെ മനസ്സിനെ പിൻവലിച്ചിട്ട് മാനസികമായിട്ടുള്ള ഏകാന്തവാസം എന്നുള്ള അർത്ഥം എടുക്കാം. ഇപ്പം നമ്മൾ ഈ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ പറയുമല്ലോ, അതായത് നമ്മുടെ ചുറ്റിലും പലതും ഉണ്ടാവാം. പക്ഷേ നമ്മൾ എന്തേ ശ്രദ്ധിക്കുന്നുള്ളൂ? നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, അതിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇപ്പം ചുറ്റിലും ഉള്ളതൊന്നും ഇല്ലാതെയാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇവിടെ ഈ ലോകത്തിൽ പലതും നടക്കും, പലതും ഉണ്ടാവും, അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. അതൊന്നും ഇല്ലാതെയാക്കാനല്ല. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. ഇപ്പം ഈ ലോകത്തെ മുഴുവൻ മാറ്റാം എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട, നമുക്ക് നമ്മളെ മാറ്റാം. അപ്പോൾ അതാണ് ഈ ഏകാന്തവാസം. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, അവനവനെ ശ്രദ്ധിക്കുക. ഈ അവനവൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഈശ്വരനാണ്. അഹം ബ്രഹ്മാസ്മി, ആ ഈശ്വര ചൈതന്യം, അതാണ് ഈ ഞാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആ ഏകാന്തവാസം കൊണ്ട് അതിൽ ദൃഢമായിട്ടുള്ള ഭക്തി ഉണ്ടാകും. അപ്പൊ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യ തൃഷ്ണയാ വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാഹരേർഗുണപീയൂഷപാനാത്. അപ്പോൾ ഇതിങ്ങനെ തുടരുകയാണ്. ഇനി ഒരു അടുത്ത ശ്ലോകത്തിലും ഈ വഴികൾ തന്നെയാണ് പറയുന്നത്. അപ്പം അടുത്ത ശ്ലോകം നോക്കാം. അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാ യമൈരകാമൈർനിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിതിക്ഷയാ ച അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാ യമൈരകാമൈർനിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിതിക്ഷയാ ച അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാ യമൈരകാമൈർനിയമൈശ്ചാപ്യനിന്ദയാ
നിരീഹയാ ദ്വന്ദ്വതിതിക്ഷയാ ച. അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുന യമൈഃ അകാമൈഃ നിയമൈഃ ച അപി അനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിതിക്ഷയാ ച. ആ മൂന്നാമത്തെ വരിയിലാണ് സന്ധി വരുന്നത്. യമൈഃ അകാമൈഃ നിയമൈഃ ച അപി അനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിതിക്ഷയാ ച. ഈ ശ്ലോകത്തിലും കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയായിട്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ വഴികളിലൂടെ ആ ദൃഢയായിട്ടുള്ള ഭക്തി ഉണ്ടാകും എന്ന് പറയുകയാണ്. അഹിംസയാ, നേരത്തെ പറഞ്ഞതുപോലെ തൃതീയ വിഭക്തിയാണ്. അതിനാൽ എന്നുള്ള അർത്ഥം. അതിനാൽ, അതുകൊണ്ട്. അഹിംസ കൊണ്ട്, അഹിംസയാൽ. അഹിംസ എല്ലാവർക്കും അറിയുന്ന പദമാണ്. ഹിംസിക്കാതിരിക്കൽ എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് ഒരാളെ ഉപദ്രവിക്കാതിരിക്കൽ മാത്രമല്ല, ഒരാളെ മനസാ വാചാ കർമ്മണ ഉപദ്രവിക്കാതിരിക്കൽ. മനസ്സുകൊണ്ട് പോലും നമ്മൾ വിചാരിക്കരുത് ഒരാൾക്ക് ദോഷം വരണം, ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റണം എന്ന് മനസ്സുകൊണ്ട് പോലും വിചാരിക്കരുത്. അങ്ങനെ ആവുമ്പോഴേ അത് അഹിംസയാവുന്നുള്ളൂ. അല്ലാതെ നമുക്ക് വേറൊരാളെ അടിച്ചാൽ അത് കേസാവും എന്നുള്ളതുകൊണ്ട് അടിക്കാതിരിക്കൽ അല്ല അഹിംസ. നമ്മൾ പൂർണ്ണമായിട്ടും വേറൊരാൾക്ക് ദോഷം വരണം എന്ന് വിചാരിക്കാതിരിക്കുക, അതാണ് അഹിംസ. അഹിംസയാ പാരമഹംസ്യചര്യയാ, പരമഹംസന്മാരുടെ ചര്യയാൽ. പരമഹംസന്മാർ ഈ ലൗകികമായിട്ടുള്ള എല്ലാത്തിനെയും ഉപേക്ഷിച്ച് എല്ലാ നിയമങ്ങൾക്കും അതീതരായിട്ടുള്ളവരാണ് പരമഹംസന്മാർ. അപ്പം അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ പ്രവൃത്തികൾ അതേപോലെ അനുകരിക്കാനാവില്ല, കാരണം അവർ ആ അവസ്ഥയിലെത്തിയവരാണ്. പക്ഷേ അവരുടെ പ്രവൃത്തികളിലൂടെ അത് നമുക്ക് പല സന്ദേശവും തരുന്നുണ്ട്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പരമഹംസന്മാർ എന്ന് വെച്ചാൽ പൊതുവെ ഈ അവധൂതന്മാർ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയും. അതായത് എല്ലാത്തിനും അതീതരായിട്ടുള്ളവർ, ഈ ലോക നിയമങ്ങൾക്കൊക്കെ അതീതരായിട്ട് അവർ ആ അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയുള്ളവരാണ് പരമഹംസന്മാർ. ഇനി അതല്ല, നമുക്ക് ഏറ്റവും ശ്രേഷ്ഠരായ സന്യാസി ശ്രേഷ്ഠന്മാർ എന്നുള്ള അർത്ഥം എടുക്കാം. അവരുടെ ഉപദേശങ്ങളെ നമ്മൾ അനുസരിക്കുക, അതിനെ പിന്തുടരുക. ആ പ്രവൃത്തിയിലൂടെ, അവരുടെ ജീവിതചര്യയിലൂടെ. ഇപ്പം നേരത്തെ അഹിംസ എന്ന് പറഞ്ഞു. ആ അഹിംസയുടെ അതിൻ്റെ തത്വം എന്താണ് ശരിക്ക്? നമ്മൾ എന്തുകൊണ്ടാണ് ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത്? എല്ലാം ഈശ്വരമയമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എല്ലാത്തിലുമുള്ള ചൈതന്യം ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഈ രണ്ട് ഇല്ല. അപ്പം നമുക്ക് അന്യനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മറ്റേ ആളെ താഴ്ത്തിക്കെട്ടുക അങ്ങനെയുള്ളൊരു ചിന്ത വരുന്നില്ല. അപ്പം ഈ സിദ്ധാന്തങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? അദ്വൈതമാണ്. അപ്പം ഈ രണ്ടുണ്ടെങ്കിലല്ലേ ഇതിനൊക്കെ പ്രസക്തിയുള്ളൂ. അപ്പോൾ വേറൊരാളെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെ വേറൊരാളെ നിന്ദിക്കുക, പരിഹസിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ രണ്ടുണ്ടെങ്കിലല്ലേ അവിടെ അതിനൊക്കെ ഉള്ള ഒരു സാഹചര്യമുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ ഓരോന്നിനെ നോക്കുമ്പോഴും അവിടെ ആ ഈശ്വര ചൈതന്യം മാത്രമാണ് കാണുന്നതെങ്കിൽ, എല്ലാത്തിലും അത് ഈശ്വര ചൈതന്യമാണ്. നമ്മൾ ഒരാളെ കാണുമ്പം, വേറൊരാളെ കാണുമ്പം, അല്ലെങ്കിൽ മറ്റൊരാളെ കാണുമ്പം, ഇങ്ങനെ ഓരോന്നിനെ കാണുമ്പോഴും അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ എന്ന് നാരായണ ഗുരു പറഞ്ഞതുപോലെ എല്ലാവരിലും എല്ലാത്തിലും ഒരേ ഒന്ന് തന്നെയാണ് കാണുന്നതെങ്കിൽ അവിടെ നമുക്ക് ആ ഭഗവാനോടുള്ള ആ ബഹുമാനം, ആദരം, അത് മാത്രമേ അവിടെ ഉള്ളൂ. അല്ലാണ്ട് വേറെ രണ്ടില്ല. അപ്പം അവിടെ ആ പരിഹാസത്തിനോ നിന്ദയ്ക്കോ ഉപദ്രവത്തിനോ അതിനൊന്നും സ്ഥാനമില്ല, അതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല. അപ്പോൾ എന്താണ്, നമ്മൾ ഏത് അഹിംസയിലൂടെ ആണെങ്കിലും ഏത് വഴിയിലൂടെ ആണെങ്കിലും എത്തിച്ചേരുന്നത് അവിടേക്ക് തന്നെയാണ്.
ഇങ്ങനെ പരമഹംസന്മാരുടെ ചര്യ കൊണ്ട്, ആ സന്യാസി ശ്രേഷ്ഠരുടെ പ്രവൃത്തി, അവരുടെ സന്ദേശങ്ങളെ കൊണ്ട്, അതുപോലെ സ്മൃത്യ, സ്മൃതി. എന്ത് സ്മൃതിയാണ്? ഭഗവാന്റെ സ്മൃതി, ഭഗവാന്റെ ലീലകളുടെ സ്മൃതി. അപ്പോൾ ഈ ഭഗവാന്റെ ലീല എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ ലീല, ശ്രീരാമന്റെ ലീല, അത് മാത്രമല്ല, ഈ ലോകത്തിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ഭഗവാന്റെ ലീലയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഭക്തി വർദ്ധിക്കും, ആ ഭക്തി ഉണ്ടാവും. ഈ ലോകത്തെ മാത്രം നിരീക്ഷിച്ചാൽ, അതിൻ്റെ പിന്നിലേക്ക്, അതിൻ്റെ കാരണത്തെ പറ്റി ആലോചിച്ചാൽ, അല്ലെങ്കിൽ അത് തന്നെ ഒരു അത്ഭുതമാണ്. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, പലപ്പോഴും നമുക്ക് യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന എല്ലാത്തിൻ്റെയും കാരണം കണ്ടെത്താനൊന്നും നമുക്ക് കഴിയില്ല. ഇപ്പോൾ ഒരു കുട്ടി 16 ദിവസം, ഒരു ഭൂകമ്പമൊക്കെ നടന്നിട്ട് 16 ദിവസം മണ്ണിൻ്റെ അടിയിൽ, അവിടെ കെട്ടിടങ്ങൾക്കിടയിൽ കിടക്കുന്നു. എന്നിട്ട് ആ കുട്ടിക്കൊന്നും സംഭവിക്കുന്നില്ല. എന്താ ഇപ്പോൾ യുക്തി എന്ന് ചോദിച്ചാൽ യുക്തിയൊന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല, അത് തന്നെയുള്ളൂ. അപ്പം അങ്ങനെ ഓരോന്നും ഇപ്പം നമ്മൾ ദിവസവും പത്രം വായിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു ആ ഭഗവാന്റെ അത്ഭുത ലീലകൾ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പം പല വിചിത്ര സംഭവങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ്. അപ്പം നമുക്ക് ഈ പുരാണങ്ങളിൽ കാണുന്നതിനേക്കാൾ വലിയ ലീലകൾ, ചിലപ്പോൾ അത്ഭുതങ്ങൾ നമുക്ക് ഇപ്പം കാണാൻ പറ്റും. അങ്ങനെ സ്മൃതി എന്നുള്ളതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ലീലകളുടെ അനുസ്മരണം. അത് പറയുക, കേൾക്കുക, പിന്നെ വീണ്ടും 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 അത് ഓർക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിക്കാതിരിക്കാൻ മനസ്സിന് പറ്റാത്തത് കൊണ്ട് ചിന്തകളൊക്കെ ഇങ്ങനെയുള്ള കഥകൾ, ഭഗവാന്റെ കഥകളാവട്ടെ. അങ്ങനെ ആ സ്മരണയിലൂടെ മുകുന്ദാചരിതാഗ്രസീധുന, ഭഗവാന്റെ ചരിതമാകുന്ന ആ ഏറ്റവും മധുരമുള്ള അമൃതത്തെ ആസ്വദിക്കുന്നതിലൂടെ, അഗ്രസീധു ഏറ്റവും മധുരമുള്ള, ഏറ്റവും ഉത്തമമായിട്ടുള്ള അമൃതം. അമൃതം എന്ന അർത്ഥം കാണുന്നുണ്ട്. അതുപോലെ ആ ലഹരി എന്നൊക്കെ പറയാം. അപ്പൊ ഏറ്റവും വലിയ ലഹരി ഭഗവാന്റെ ആ ലീലകളെ പറയുന്നതിലും കേൾക്കുന്നതിലും അതിങ്ങനെ പാടി നടക്കുന്നതിലും ഒക്കെ ആവണം. അങ്ങനെ ഭഗവാന്റെ ലീലകളാകുന്ന ആ അമൃതത്തെ പാനം ചെയ്യുന്നതിലൂടെ, പിന്നെ യമൈഹി നിയമൈഹി അകാമൈഹി അനിന്ദയ, യമ നിയമങ്ങൾ നേരത്തെ അഷ്ടാംഗയോഗത്തിൽ പറഞ്ഞു, യമങ്ങളും നിയമങ്ങളും. യമം എന്ന് വെച്ചാൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇങ്ങനെ ഈ 5 യമങ്ങൾ എന്ന് പറയും. അഹിംസ എന്ന് വെച്ചാൽ വേദനിപ്പിക്കാതിരിക്കുക, സത്യം പറയുക, സത്യം ചെയ്യുക. അസ്തേയം, നമ്മളൊന്നും മോഷ്ടിക്കാതിരിക്കുക. ഈ മോഷ്ടിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ എടുക്കാതിരിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല, ഈ കാണുന്നതൊക്കെ ഭഗവാന്റേതാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് വേണ്ടത് മാത്രമേ എടുക്കാവൂ. നമുക്ക് വേണ്ടതിൽ കൂടുതൽ ഒന്നും, അത് സമ്പത്താണെങ്കിലും ഇനി മറ്റു സാധനങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വേണ്ടതിൽ കൂടുതൽ നമ്മൾ എടുക്കരുത്. ആ ഒരു വിശാലമായ അർത്ഥത്തിലാണ് അസ്തേയം എന്ന് പറയുന്നത്. പിന്നെ ബ്രഹ്മചര്യം, എപ്പോഴും ബ്രഹ്മത്തിൽ ചരിക്കുക, അതായത് എപ്പോഴും ജ്ഞാനമാർജിക്കാനും അതിനായിട്ട് ശ്രമിക്കുക. പിന്നെ ബ്രഹ്മം എന്നുള്ളതിന് ഭഗവാൻ, പരമാത്മാവ് എന്നൊക്കെയുള്ള അർത്ഥം. പരമാത്മാവിൻ്റെ അതിനായിട്ടുള്ള അന്വേഷണം, ആത്മസാക്ഷാത്കാരത്തിനായിട്ടുള്ള അന്വേഷണം. അപരിഗ്രഹ, മറ്റുള്ളവരുടേത് സ്വീകരിക്കാതിരിക്കുക. ഇതാണ് യമങ്ങൾ. അപ്പം ഇതൊക്കെ അവനവനെ നിയന്ത്രിക്കുക എന്നുള്ളതിൻ്റെ പല പല തലങ്ങളാണ്. അതിന് നിയമങ്ങൾ ശൗചം, സന്തോഷം, തപം, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം. തപസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ തന്നെയുള്ള നിരന്തരമായിട്ടുള്ള പ്രയത്നം. സന്തോഷം, എപ്പോഴും സ്വാഭാവികമായിട്ട് തന്നെ, അതായത് പ്രകൃത്യാ തന്നെ സന്തുഷ്ടനായിട്ടിരിക്കുക. ഈ സന്തുഷ്ടനായിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ കാര്യമൊന്നും ആലോചിക്കേണ്ട, നമ്മൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, എപ്പോഴും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്.
അപ്പോൾ പലപ്പോഴും നമുക്ക് പല കാരണങ്ങളെ കൊണ്ടും അസന്തുഷ്ടിയാണ്. ഒന്നാമത് നമുക്ക് ഈ കിട്ടിയതൊന്നും മതിയാവുന്നില്ല. അപ്പോൾ എത്ര പഠിച്ചാലും നമുക്ക് തോന്നും അത് പോരാ, ഇനി അതിൻ്റെ അപ്പുറത്തേക്ക്. പിന്നെ എന്ത് നല്ല ജോലി കിട്ടിയാലും അത് മറ്റേതാണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു, അല്ലെങ്കിൽ ഇനിയും ഉയരണം എന്നുള്ള ചിന്തയൊക്കെ നല്ലതാണ്. പക്ഷേ ഈ അസന്തുഷ്ടി ഉണ്ടാവരുത്. അതുപോലെ എന്ത് കിട്ടിയാലും പോരാ എന്നുള്ള തോന്നല്. അപ്പം ഇങ്ങനെ നമ്മളൊക്കെ അസന്തുഷ്ടന്മാരാണ്. പക്ഷേ ഈ നിയമത്തിൽ പറയുന്ന ഇതെന്താണ്? നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ സന്തോഷമായിട്ട് ഇരിക്കുക, തപസ്, ഒന്നിലെ തന്നെ ഏകാഗ്രമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ശ്രമിക്കുക, സ്വാധ്യായം, എല്ലാ ദിവസവും നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കുക, എല്ലാ ദിവസവും അത് മനനം ചെയ്യുക, കൂടുതൽ പഠിക്കുക, പിന്നെ ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിക്കുക. ഇതൊക്കെ ഈ അഷ്ടാംഗ യോഗത്തിൽ പെട്ടതാണ്. യമ, നിയമ, ആസന, പ്രാണായാമ. അപ്പോൾ ഈ യമനിയമങ്ങൾ ശീലിച്ചതിന് ശേഷമാണ് നമ്മൾ ആസനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ രീതിയിലൊക്കെ ഒന്ന് മനസ്സിനെ സജ്ജീകരിക്കാൻ ശ്രമിക്കണം. അതിനുശേഷമാണ് ഈ ശാരീരികമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ അതിനുശേഷമാണ് വരുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ യോഗ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഈ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ട്, കൂടെയല്ല അതിനേക്കാൾ മുന്നേ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഈ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതാണ് യോഗ. ഇങ്ങനെ യമങ്ങൾ, അതുപോലെ നിയമങ്ങൾ പറഞ്ഞു. അകാമങ്ങൾ, ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക. കാമം, ആഗ്രഹം. അപ്പം ഈ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ എളുപ്പമല്ല. എന്തായാലും നമുക്ക് നിരന്തരമുള്ള ഭഗവത് സ്മരണയിലൂടെ, ഭഗവത് കഥകളുടെ അനുസ്മരണത്തിലൂടെ, അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിലൂടെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരിക. മറ്റു കാര്യങ്ങളോടുള്ള ആസക്തി നിയന്ത്രിച്ച് കൊണ്ടുവരിക. ഇനിയിപ്പോൾ ഈ കാമത്തെ തന്നെ നല്ലതിലേക്കാക്കി തീർക്കുക. ഇപ്പോൾ നല്ല കാമങ്ങളുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്നുള്ളതും അതും ഒരാഗ്രഹമാണ്. പക്ഷെ അത് നമുക്ക് ഉയർച്ചയ്ക്കുള്ള കാരണമാവുന്ന ആഗ്രഹമാണ്. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് ആക്കി തീർക്കുക ആഗ്രഹങ്ങൾ. അങ്ങനെ അകാമൈഹി അനിന്ദയാച അപി, ഒന്നിനെയും നിന്ദിക്കാതിരിക്കുക. അപ്പം നമ്മൾ പല വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇതല്ലാതെ പോകുന്നവരുണ്ടാകും. അപ്പോൾ ഒരിക്കലും നമ്മൾ അവരെ നിന്ദിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ പോവരുത്. നമുക്ക് നമ്മുടെ വഴിയിലൂടെ സഞ്ചരിക്കാം, അവർ വേറെ ഏതെങ്കിലും വഴിയിലൂടെ പോവട്ടെ, അവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. പലപ്പോഴും പലർക്കും കാണുന്ന ഒരു പ്രശ്നമാണിത്. ഇപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുകയും സത്സംഗത്തിന് പോവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതൊന്നും ഇല്ലാത്തവരോട് ഒരു പുച്ഛം, ഒരു അങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നന്നല്ല, നമ്മുടെ മാർഗത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വഴിയുണ്ട്. അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവുക. മറ്റുള്ളവരെ നിന്ദിക്കാനോ പരിഹസിക്കാനോ അതിനൊന്നും നിൽക്കണ്ട. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. ഈ പുറമേ നോക്കിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, മറ്റയാൾ എന്ത് ചെയ്യുന്നു, അയാൾ ചെയ്ത് ശരിയാണോ, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് പോവുക. ഇങ്ങനെ അനിന്ദയിലൂടെ, നിന്ദിക്കാതിരിക്കുന്നതിലൂടെ, നിരീഹയ, ഈഹ എന്ന് വെച്ചാൽ ആഗ്രഹം എന്നാണ് അർത്ഥം. നിരീഹയ, ആഗ്രഹമില്ലാതിരിക്കുക, അത്യാഗ്രഹമില്ലാതിരിക്കുക. അപ്പം ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതൊക്കെ മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ളതാണ്. അതിനെ കുറച്ച് കൊണ്ടുവരിക. അതിയായിട്ടുള്ള ആസക്തി ഒന്നിനോടും ഇല്ലാതിരിക്കുക. ഇപ്പം നേരത്തെ കാമത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇനി ഈ ആഗ്രഹങ്ങളെയൊക്കെ നല്ല കാര്യത്തിലേക്ക് തിരിച്ചു വിടുക. അതുപോലെ ദ്വന്ദ്വ തിതിക്ഷയാ ച, ദ്വന്ദ്വം, രണ്ട് എന്നുള്ള അർത്ഥം. സുഖം ദുഃഖം, ചൂട് തണുപ്പ്, സന്തോഷം സന്താപം, ഇങ്ങനെ ഈ ദ്വന്ദ്വങ്ങൾ, അതിനെ തിതിക്ഷയ,
അതിനെ സഹിക്കുവാനുള്ള കഴിവ്, അതാണ് തിതിക്ഷ. രണ്ടിനെയും സഹിക്കാനുള്ള കഴിവ്. ഇപ്പൊ സങ്കടം സഹിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാൻ എത്രയോ സങ്കടം സഹിച്ചു, പക്ഷേ ഞാൻ എത്രയോ സന്തോഷം സഹിച്ചു എന്നാരും പറയാറില്ല. സങ്കടം സഹിക്കുകയും സന്തോഷിക്കാൻ അത് അനുഭവിക്കുകയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ രണ്ടിനെയും സഹിക്കുക എന്നുള്ളതാണ്. കാരണം രണ്ടും നമുക്ക് ദോഷമാണ്, സന്തോഷമായാലും സങ്കടമായാലും. ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല. ഇനിയിപ്പോൾ ഇന്ന് കുറേ സുഖം ഉണ്ടായിച്ചാൽ നാളെ ദുഃഖം ഉണ്ടാവും. ഇപ്പൊ പകലാണെങ്കിൽ ഉറപ്പാണ് ഒരു രാത്രി വരും. അപ്പൊ രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. സന്തോഷത്തെയും സങ്കടത്തെയും സഹിക്കാൻ കഴിയുക. സഹിക്കുകയാണെങ്കിൽ രണ്ടും സഹിക്കുക. ഇനി അതല്ല ആസ്വദിക്കുകയാണെങ്കിൽ രണ്ടും ആസ്വദിക്കുക. സുഖവും ആസ്വദിക്കുക, ദുഃഖവും ആസ്വദിക്കുക. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്, ഭഗവാന്റെ ഒരു ചക്രമാണ്, കാലചക്രം എന്നൊക്കെ പറയുന്നത് പോലെ. രണ്ടിലും നമ്മൾ ഭ്രമിക്കരുത്. പലപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കും നമ്മളെ ചിലപ്പം വഴിതെറ്റിക്കുന്നത്. സങ്കടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാനൊക്കെ ആലോചിച്ച് അങ്ങനെയാണല്ലോ, ഭഗവാന്റെ ഓരോരോ കളി, അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അടങ്ങിയിരിക്കും സങ്കടം വരുമ്പോൾ. പക്ഷെ സന്തോഷം വരുമ്പോൾ പലപ്പോഴും നമ്മൾ അതിൽ മതിമറന്ന്, ഈ മതിമറക്കുക എന്നുള്ള പദം തന്നെ ഒരു പ്രത്യേകത ഉള്ളതാണ്. നമ്മളെ ബുദ്ധിയൊക്കെ മറന്നു പോകുക, ബുദ്ധി ഇല്ലാതെയാവുക.